അരൂർ സ്വദേശി നെൽസന് 34 വയസ്സ് കഴിഞ്ഞു. 5 വർഷം മുൻപാണ് ടെലിവിഷൻ മെക്കാനിക്കായ നെൽസന് വാഹനാപകടത്തിൽ വലതുകാൽ നഷ്ടപ്പെട്ടത്. ജോലി കഴിഞ്ഞ് തൃശൂരിലെ വാടക വീട്ടിലേക്ക് ബൈക്കിൽ മടങ്ങുകയായിരുന്ന നെൽസനെ എതിരെ വന്ന കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അന്നു തുടങ്ങിയതാണ് ഈ വേദനയും ദാരിദ്ര്യവും നീതി തേടിയുള്ള അലച്ചിലും. നമ്മളെപ്പോലെ ഒരു സാധാരണക്കാരന് കോടതി ചെന്നിട്ട് നമ്മുടെ കേസ് എടുക്കാനുള്ള അതിന് നമ്മൾ മറ്റൊരു വക്കീൽ നോക്കണം. അപ്പം ഞാനെന്നൊക്കെ പറഞ്ഞാൽ ഈ അപകടം കഴിഞ്ഞോടെ നമ്മൾ മറ്റുള്ളവരുടെ സഹായത്തിൽ നമ്മളെല്ലാം ചെയ്തു. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് പോകണമെങ്കിൽ തന്നെ യാത്ര ചെയ്യാൻ തന്നെ മറ്റുള്ള ആളുണ്ട്. അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിലെത്തുന്നവരെ കക്ഷികളാക്കുവാൻ വാഗ്ദാനങ്ങളുമായി ഓടിയെത്തുന്ന അഭിഭാഷക സംഘം തന്നെയുണ്ട് പലയിടത്തും. ഇൻഷുറൻസ് ക്ലെയിം വൈകുന്നത് ഇവരിൽ ചിലർ പലതരത്തിൽ മുതലെടുക്കുന്നതായും ആക്ഷേപമുണ്ട്. നെൽസനെ പോലെ നീതിക്കായി കാത്തിരിക്കുന്ന 14,000-ലധികം പേർ തൃശൂരിൽ മാത്രമുണ്ടെന്നാണ് കണക്കുകൾ. ഇവരിൽ ചിലർ ഒത്തുകൂടി വേദനയും നിരാശയും പ്രതിഷേധവും പങ്കുവച്ചു. ഒരുപാട് കേസുകൾ, അതായത് ചിലവരെന്ന് വെച്ചാൽ കുടുംബത്തിൻ്റെ കുടുംബനാഥന്മാരാണ്. അവര് ജീവച്ഛവങ്ങളായിട്ട് കിടക്കുക, ഒരു ഭാഗം തളർന്നും ഇതൊക്കെ ഒരു ആക്സിഡന്റ് പറ്റി 5-10 കൊല്ലമായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ആ കുടുംബം തന്നെ തകർന്നു പോയുള്ള അനവധി കേസുകളുണ്ട്. 2006-2007 കാലത്തെ കേസുകളാണ് ഇപ്പോൾ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രിബ്യൂണൽ പരിഗണിക്കുന്നത്. 6 മാസത്തിനകം കേസുകളിൽ തീർപ്പുണ്ടാക്കുവാൻ സർക്കാർ ഇടപെടണമെന്ന് പ്രതിഷേധ സംഗമത്തിലെത്തിയവർ ആവശ്യപ്പെട്ടു. മീഡിയ 1 തൃശൂർ.